സുഖമാണീ നിലാവ്, ഇന്ദു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ ഇന്ദു രസമാണീ സന്ധ്യ, പൂഞ്ചിറകിൽ പറന്നുയരാം കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ഇടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോൾ കുസൃതിയുമായി മറഞ്ഞവനെ ചിരിച്ചുടഞ്ഞു കരിവളകൾ, വെറുതെ നീ പിണങ്ങി നിന്നു ആ നിമിഷം, പ്രിയ നിമിഷം അഴകേ. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ, പൂഞ്ചിറകിൽ പറന്നുയരാം കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതങ്ങളിൽ ഏതാനും നിമിഷങ്ങൾ സംഗീതമയമാക്കുവാനായി അമൃത ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന പുതിയ പ്രോഗ്രാം ഡ്യുവറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മ്യൂസിക് ഇസ് ഫുഡ് ഫോർ ദ സോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടേസ്റ്റി ട്രീറ്റായിട്ട്, ഒരു മെലോഡിയസ് ട്രീറ്റായിട്ട്, ഒരു ബ്യൂട്ടിഫുൾ ട്രീറ്റായിട്ട്, ഒരുപാട് നല്ല നല്ല ഗാനങ്ങളുമായും നല്ല അതിഥികളുമൊക്കെയായി കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ടാണ് ഡ്യുവറ്റ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഡ്യുവറ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലെ അതിഥിയെ ക്ഷണിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും. കാരണം നമ്മുടെ ഇടയിൽ ഇന്ന് എത്താൻ പോകുന്ന അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സംഗീത സംവിധായകനാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റൈലിറ്റിയാണ്. ഐ തിങ്ക് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ മ്യൂസിക് ഡയറക്ടേഴ്സ് വി ഹാവ് ഇൻ മലയാളം ടുഡേ. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആൻഡ് നാഷണൽ അവാർഡ് വിന്നർ. വെരി വെരി പ്രൗഡ് ടു വെൽക്കം മ്യൂസിക് ഡയറക്ടർ ശ്രീ ബിജി ബാൽ. Vijayda, welcome to Duet. Thank you.
വിജയേട്ടനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ചേട്ടൻ്റെ പ്രൊഫൈൽ അത്രയും വലുതായതുകൊണ്ട് കർണാട്ടിക് വയലിനിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, മ്യൂസിക് ഡയറക്ടറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, നാഷണൽ അവാർഡ് വിന്നറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചേട്ടാ വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ ടുഡേ. നമ്മുടെ ഡ്യുവറ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്, ഫസ്റ്റ് എവർ എപ്പിസോഡ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ മോസ്റ്റ് ആപ്റ്റ് സ്റ്റാർട്ട്. ശരിക്കും വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു സ്റ്റാർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിജയൻ ആക്ച്വലി ബേസിക്കലി ഫ്രം എറണാകുളം. എറണാകുളംകാരനാണ്, പഠിച്ച് വളർന്നൊക്കെ എറണാകുളത്താണ് അല്ലേ? ശരി. ഈ മ്യൂസിക്കിനോടുള്ളൊരു ടേസ്റ്റ് കിട്ടിയത് എങ്ങനെയാണ്? മ്യൂസിക്കിനോട് ടേസ്റ്റ് തന്നെ വന്നതാണ്. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് പ്രൊഫഷണലി സിംഗേഴ്സ് ഒന്നുമല്ല, എന്നാലും സംഗീതം ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ലോണം പാടുമായിരുന്നു. അമ്മയും അച്ഛനും അമ്മാവനും ചിറ്റയും എല്ലാവരും പാടുമായിരുന്നല്ലോ, ബ്ലഡിൽ കിട്ടിയതാണ്. അതെ. അപ്പോൾ അവർ പാടുന്ന താരാട്ട് പാട്ടുകളും അവർ പാടുന്ന പാട്ടുകളും അവർ പഠിപ്പിക്കുന്ന പാട്ടുകളും റേഡിയോയും ഒക്കെ അങ്ങനെ വളർന്നതാണ്. പിന്നെ ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ വെച്ചിട്ടാണ് വയലിൻ അച്ഛൻ കൊണ്ടുപോയി ചേർത്തത്. അടുത്തുള്ളൊരു വോക്കൽ തന്നെ. ഇങ്ങനെ വയലിൻ പഠിച്ചാൽ അതിൻ്റെ അർത്ഥം വോക്കലും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടി വരുന്നത്. ചേട്ടൻ ആക്ച്വലി ചേട്ടൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മ്യൂസിക് ആണെന്നുള്ളത് മനസ്സിലാക്കിയൊരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ഒരു ഫേസ് ഇൻ ലൈഫ്. എനിക്ക് മ്യൂസിക് മതി എന്നുള്ളൊരു തീരുമാനം എപ്പോഴും ചേട്ടൻ ശരിക്കും എടുത്തത്? ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുത്തിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സംഗീതം പാട്ടുകളൊക്കെ വളരെ ഇമ്മച്യൂറായിട്ട് കമ്പോസ് ചെയ്യുമായിരുന്നു. എൻ്റെ കസിൻ പാട്ട് എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ പാട്ട് എഴുതും, ഞാൻ കമ്പോസ് ചെയ്യും. അത്തരം ഒരു രാഗം നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും രാഗം എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു ഇൻ്റലിജൻസ് കുറവായിരുന്നു പാട്ട്. അപ്പോൾ വരുംതോറും കുറച്ച് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മേന്മ, വലിയ മഹത്വമല്ല, നല്ലൊരു മേന്മ വന്നു എന്ന് തോന്നി. അറബിക്കഥയാണ് ചേട്ടന് ആ ഒരു ബിഗ് ബ്രേക്ക് നൽകിയതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ലാൽ ജോസ് സാറിൻ്റെ ഒരു കണക്ഷൻ ആക്ച്വലി വന്നത്? ലാലേട്ടനായിട്ട് പരിചയപ്പെട്ടത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ്. അദ്ദേഹം ഒരു പരസ്യം TV കൊമേഴ്ഷ്യൽ ചെയ്തപ്പോൾ സിനിമയിൽ ചെയ്ത് ശീലമുള്ള മ്യൂസിക് കമ്പോസർ വേണ്ട, പരസ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഉള്ളൊരു മ്യൂസിക് കമ്പോസർ മതിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കുറച്ച് ഡെമോസ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അന്ന് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുക, വർക്ക് ചെയ്യുക. ലൂണാർ ചപ്പൽസിൻ്റെ പരസ്യമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഹെഡ് ചെയ്യണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴെങ്കിലും നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പാട്ടുകൾ ചെയ്യുമെന്നോ പാട്ടുകൾ അദ്ദേഹത്തെ കേൾപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അന്ന് ആ പരസ്യം മൂലം അദ്ദേഹം എന്നോട് ഒരു സൗഹൃദം കീപ്പ് ചെയ്യുകയും അദ്ദേഹം അതിനുശേഷം ക്ലാസ്മേറ്റ്സ് ചെയ്തപ്പോൾ അതിൻ്റെ ജിംഗിൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. TV കൊമേഴ്ഷ്യൽ ഒരു 2 മിനിറ്റ് ട്രെയിലർ അതിൻ്റെ മ്യൂസിക് ചെയ്യിച്ചു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത് ഏതെങ്കിലും ഒരു വർക്ക് നമുക്ക് കൂടെ ചെയ്യാമെന്ന്. ഫോർച്ചുനേറ്റ്ലി അതിന് അടുത്ത വർക്ക് അറബിക്കഥ ചെയ്യിച്ചു.